ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു Q&A വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ Q&A ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ താഴെ കുറച്ച് കമൻസ് വന്നു. അപ്പോൾ അതായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്കൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു Q&A സെഷൻ നടത്തുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നില്ല, പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിലായിരിക്കും, ആ ബേസിസിലായിരിക്കും ഞാൻ ഈ ഒരു Q&A സെഷനിൽ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ടോപ്പ് എനിക്ക് ആക്ച്വലി എൻ്റെ കസിൻ സിസ്റ്റർ സന്ധ്യ ചേച്ചി മേടിച്ചതെന്നാണ്. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് എനിക്ക് ഈ ഒരു ടോപ്പ് ഞാൻ ഇന്നത്തെ ദിവസം ഇടാമെന്ന് വെച്ചു. ഏതായാലും നമുക്കധികം സമയം കളയേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ആ പോസ്റ്റിൽ ഞാൻ ഇട്ട ആ പോസ്റ്റിൽ കമൻറ്റ് ചെയ്തത്, നിങ്ങളുടെ ഒത്തൊരുമ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും. പിന്നെ എൻ്റെ ഇത്തവണ ആദ്യത്തെ കമൻ്റ് ആയതിൽ സന്തോഷം. എൻ്റെ പേരൊന്ന് Q&Aയിൽ പറയാമോ? ഉറപ്പായിട്ടും. വസന്തി സുരേന്ദ്രൻ 688 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വസന്തി സുരേന്ദ്രൻ എനിക്ക് എങ്ങനെയാണ്, ചേച്ചിയാണോ ആൻറ്റിയാണോ എനിക്കറിയില്ല, പക്ഷേ എന്നാലും ആരാണെങ്കിലും ഹലോ, വളരെ സന്തോഷം. പോസ്റ്റ് കാണുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഫസ്റ്റ് കമൻറ്റ് തന്നെയാണ്, അത് കാരണമാണ് ഞാൻ ഈ ഒരു കമൻറ്റ് ആദ്യം വായിക്കാമെന്ന് വെച്ചത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടോ? ഫാഷൻ ഡിസൈനിങ് അല്ല പഠിച്ചത്, എൻ്റെ ഫീൽഡ് ഫാഷനുമായിട്ട് ബന്ധപ്പെട്ടുമല്ല. 12th ഞാൻ കേന്ദ്രീയ വിദ്യാലയ പട്ടമാണ് പഠിച്ചത്. അതിന് മുന്നേ ഞാൻ കേന്ദ്രീയ വിദ്യാലയ തുഗ്ലക്കാബാദിലായിരുന്നു, ഡൽഹിയിൽ. അപ്പോൾ കേന്ദ്രീയ വിദ്യാലയ തുഗ്ലക്കാബാദിൽ നിന്ന് അതിനുശേഷം ഞാൻ കേന്ദ്രീയ വിദ്യാലയ പട്ടം 12th കഴിഞ്ഞതിന് ശേഷം ലോയ്ക്കാണ് ജോയിൻ ചെയ്തത്. ദാറ്റ് ഈസ് LLB BA LLB ആയ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിനാണ് ഞാൻ ജോയിൻ ചെയ്തത് കേരള ലോ അക്കാഡമിയിൽ നിന്നും. അതിനുശേഷം ഞാൻ 1 year LLM കോഴ്സിന് ജോയിൻ ചെയ്തു നുവാൽസിൽ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കോളേജിൽ. അതൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്നും ഞാൻ LLM എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ ലോ എടുത്തു. ലോയിലാണ് ഞാൻ എൻ്റെ UG PG എല്ലാം ചെയ്തത്. പ്രോപ്പറായിട്ടുള്ളൊരു ഇത് പറയുവാണെങ്കിൽ അഡ്വക്കേറ്റ് അനുരാധ P നായർ, എൻ്റെ പേര് അനുരാധ P നായർ എന്നാണ്. അഡ്വക്കേറ്റ് അനുരാധ P നായർ LLM ആണ് എൻ്റെ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഫാഷനിലോട്ട് വന്നതെന്ന് പറയുന്നത് ഒരു പാഷൻ കൊണ്ടാണ്. എനിക്ക് ഒരു ഫാഷൻ ഡിസൈനർ ആവാനായിരുന്നു താല്പര്യം. കുഞ്ഞിലേ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞിലേ മുതൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അതാവണം ഇതാവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. പക്ഷേ അതിൽ നിന്നുമൊക്കെ എനിക്ക് കുറച്ച് വലുതായി തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു നിഫ്റ്റിൽ ഫാഷൻ ഡിസൈനിങ്ങിന് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ഒരു ഫീൽഡിൽ ഇപ്പം ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഇന്ന ഫീൽഡ് തന്നെ, ഡിസൈനിങ്ങിൽ തന്നെ പല ആസ്പെക്ട്സ് ഉണ്ടല്ലോ. അപ്പം അതെല്ലാം കമ്പൈൻ ചെയ്ത് ഒരു ബിസിനസ് മാനേജ്മെൻറ്റും ഒരു ഫാഷൻ ബിസിനസ് മാനേജ്മെൻറ്റും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ പാറ്റേൺ. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലോ ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരു ഒപ്പീനിയൻ ചോദിക്കുവാണെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിലൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ ഇൻ ഡെപ്ത് ഞാൻ അങ്ങനെ ഒരു പ്രാക്ടീസിന് പോവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇൻ ഫ്യൂച്ചർ എനിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, പ്രാക്ടീസോ ടീച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. അതിലൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഐ എം കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ മൈ പാഷൻ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ലോ റിലേറ്റഡ് ഒന്നും അങ്ങനെ ചെയ്യാത്തത്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരും, അത് വേറെ കാര്യം. പക്ഷേ പ്രൊഫഷനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സാണ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗമ്യ P 99. Okay. I have seen you mix a serum kind of thing with blush. What's that? Exactly ഏത് വീഡിയോയിലാണ് ചെയ്തതെന്ന് എക്സാക്ട്ലി എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഞാനിത് ചെയ്തതായിട്ട്. ഷോർട്സിലായിരുന്നോ അതോ മെയിൻ വീഡിയോയിലായിരുന്നോ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് പ്ലസ് ഒരു ഫേസ് ഓയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ നൈക്ക നാച്ചുറൽസിൻ്റെ 24K ഗോൾഡ് ഓയിലാണ്. ജസ്റ്റ് ആ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എടുക്കുക, ഈ പോർഷനിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്തതിന് ശേഷം ഫേസ് ഓയിൽ ഇടുക. ഇപ്പോൾ ഏത് ഫേസ് ഓയിൽ ആയിരുന്നെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു യൂസ് 24K ഗോൾഡ് ഓയിൽ. അപ്പോൾ അതാവുമ്പം യു വിൽ ഗെറ്റ് എ ഷൈനി ഫിനിഷ്. എന്നിട്ട് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാം. ആ ഒരു ഹാക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എന്നോട് മെസ്സേജിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതൊരു നല്ലൊരു മെത്തഡാണ് നമുക്കൊരു ഒരു ഗ്ലോയി ഒരു ഫിനിഷ് കിട്ടാനായിട്ട്, നമ്മുടെ ഷീക്സിൻ്റെ പോർഷനിലൊക്കെ ഒരു നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടാനായിട്ട്. അപ്പോൾ ഏതായാലും അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റോസ് മേരി 4629 പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറി. അപ്പോൾ അത് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞു തരാം. പ്രഗ്നൻസി വാസ് വെരി സ്മൂത്ത്. ഐ വാസ് വെരി ഹാപ്പി. നോ ക്രേവിങ്സ്, നോ അനാവശ്യമായിട്ടുള്ള വാശി, അതൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു എപ്പോഴും മനസ്സിൽ അത് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കെയർഫുൾ ആവണം, എല്ലാ കാര്യത്തിനും ഡൗട്ട്സ് ആയിരുന്നു എനിക്ക്. ആദ്യത്തെ ഫസ്റ്റ് 3 months എനിക്ക് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യത്തെ 3 months ഭയങ്കര ഡിഫിക്കൽട്ടാണ്, വോമിറ്റിങ് അത് ഇത് എല്ലാം വരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ആദ്യത്തെ 3 months ഇല്ലായിരുന്നു. 3 monthsന് ശേഷം എനിക്ക് ചെറിയൊരു നോസിയ ഇഷ്യൂസ് ഒക്കെ തുടങ്ങി. കണ്ടിന്യൂസ് ഒരു 2 weeks എനിക്ക് വോമിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു ഫുഡ് കാണുമ്പോൾ എനിക്കൊരു നോസിയ പോലെ തോന്നുമെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്തേക്ക് അധികം പോകാറില്ലായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് അത് ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ ഒരു മെക്കാനിസം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് എങ്ങനെ ഇതിൽ നിന്നും നോസിയ അധികം വരാത്ത രീതിയിൽ പോകാമെന്ന്. അപ്പോൾ ആ സമയത്ത് വിഷേട്ടൻ കുറച്ച് തിരക്കിലായിരുന്നു. വിഷേൻ്റെ PhD ടുവേർഡ്സ് ദി എൻഡ് ഇങ്ങനെ സബ്മിഷൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ 9th month വിഷേട്ടൻ വിഷേൻ്റെ PhD സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുമൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. വേറെ ഒരു ഡിഫിക്കൾട്ട് ഒരു സിറ്റുവേഷൻസും ഇല്ലായിരുന്നു. ക്രേവിങ്സ് ഇല്ലായിരുന്നു. അനാവശ്യമായിട്ട് രാത്രി ഇങ്ങനെ എണീറ്റ് പോവുക, ഐസ്ക്രീം വേണം എന്ന് പറയുക, അങ്ങനത്തെ ഒരു പാടും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക പ്രോട്ടീൻ ഇൻടേക്കും ഒക്കെ വെജിലോട്ടായിരുന്നു, വെജ് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം 7 monthsന് ശേഷമൊക്കെ അമ്മ ചേച്ചിയുടെ പോയിരുന്നു. അതിനുശേഷം വന്നതിന് ശേഷം എനിക്ക് മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാനിങ്ങനെ ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വിഷേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോയ സമയത്ത് അവിടെ മട്ടൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് എനിക്കിങ്ങനെ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മട്ടൻ ബിരിയാണി ക്രേവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് അമ്മ വന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് മട്ടൻ ബിരിയാണി എനിക്കൊന്ന് 2-3 പ്രാവശ്യം ആയിട്ട് അമ്മ മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തന്നു. ഒരു പ്രാവശ്യം മാത്രമേ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെലിവറി അടുക്കും അടുത്ത് ആവും തോറും എനിക്ക് മൂവ്മെൻറ്റ്സ് കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതും ഡെലിവറി കുറച്ച് നേരത്തെ ആകണം എന്ന് പറഞ്ഞു. അപ്പോൾ മോള് പ്രീ ടേം ബേബി ആയിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാനെല്ലാം ആ സമയത്ത് റീൽസും ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി റീൽസ്, ബേബി റിലേറ്റഡ് റീൽസൊക്കെ ഞാൻ കാണുമായിരുന്നു. ഒരുപാട് പേര് പറയുമ്പോഴും ഒക്കെ ഒരു എന്താ പറയുക, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. കുഞ്ഞിനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. കുഞ്ഞിനെ അത് നമ്മളായിരിക്കും ഏറ്റവും ഒരു എന്താ പറയുക, നമ്മളൊരു പ്രൗഡാണെന്ന് തോന്നും എന്നൊക്കെ ഉള്ള രീതിക്കാണ് ഒരുപാട് പേര് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതൊക്കെ ആക്ച്വലി തെറ്റായിരുന്നു. ഞാൻ ബ്ലണ്ടായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ഓൾ റോങ്. കാരണം എനിക്ക് ഡെലിവറിക്ക് ശേഷം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. C-section ആയിരുന്നു. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ ഒരു ത്രൂ ഔട്ട് എനിക്കിപ്പോൾ ആലോചിക്കുമ്പം എൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോവുകയാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം ദൈവത്തിൻ്റെ അടുത്ത്. പക്ഷേ അതിൽ നമുക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ കാണും. അതും നമ്മൾ ഓവർകം ചെയ്യും. അപ്പം അതെല്ലാം കടന്നുപോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സാക്ട്ലി പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടുള്ള സമയം ഇന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്രയും ഡെലിവറി ആൻഡ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറിയിൽ ഇത്രയും മാത്രം ഇപ്പോൾ തൽക്കാലം അറിഞ്ഞാൽ മതി. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇല്ല ഞാൻ പറയുന്നില്ല. ഒരു പോസ്റ്റ് പാർട്ടം ഇഷ്യൂസ് തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്ത് ഞാൻ വന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് ആ ഒരു മൊമെൻറ്റ് ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ ഐ എം വെരി പ്രൗഡ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. കാരണം പിന്നെ വേറൊരു കാര്യം, ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഒരു സപ്പോർട്ടീവ് ഫാമിലിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കോപ്പപ്പ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അതും കൂടി ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അത് എനിക്കുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. വേറെ ആരുമല്ല. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇല്ലാതെ നമുക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും കടന്നു വരാൻ പറ്റില്ല. പാടായിരിക്കും, വളരെയധികം പാടായിരിക്കും. അപ്പോൾ ഏതായാലും അതാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രീ പാർവതി എസ് ചോദിച്ചിരിക്കുന്നത് സർജറി കഴിഞ്ഞിട്ടുള്ള ഹെൽത്ത് എങ്ങനെ പോകുന്നു? സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ സെക്കൻഡ് സർജറി, ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നു എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
ഒരുപാട് പേര് കണ്ടിരുന്നു ആ വീഡിയോ. സർജറി കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് നാൾ ഭയങ്കര പാടായിരുന്നു. മോളും കൂടി ഉള്ളത് കൊണ്ടൊക്കെ ഇച്ചിരി പാടായിരുന്നു. മോളെ എടുക്കാതിരിക്കാനും പറ്റില്ല, പക്ഷേ എനിക്ക് എടുത്തുകൂടായിരുന്നു. ആദ്യത്തെ ഒരു 2 months കുഞ്ഞിനെ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കരുതെന്ന് എന്നോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസ്ക് എലമെന്റ്സ് എല്ലാം മാറിയിട്ടുണ്ട്. പിന്നീട് പെയിൻ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കീഹോൾ ആണെങ്കിലും ഇപ്പം എന്തൊരു കുഞ്ഞ് സർജറി ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പെയിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് എലമെന്റ്സും എല്ലാം കാണും. ആ സർജറി മാത്രമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എനിക്ക് C-section കഴിഞ്ഞതിന് ശേഷം 5 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സർജറി ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഫുഡിൽ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഞാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ഞാൻ കഴിക്കുകയും ചെയ്യും. അതിനോടൊപ്പം എക്സസൈസസ് ഉണ്ട്. ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം കാർഡിയോ കുറച്ച് സമയം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാണ്. ഇടയ്ക്ക് എനിക്ക് വെബ്സൈറ്റ് ലോഞ്ചും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുത്തു. കംപ്ലീറ്റ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു എല്ലാം കൂടി. അപ്പോൾ അത് കാരണം ഒരു ബ്രേക്ക് എടുത്തു. ഈ സ്ട്രെസ്സ് വരുമ്പോൾ ആക്ച്വലി വർക്കൗട്ട് നിർത്തരുത് എന്നാണ് പറയുന്നത്. കാരണം ഒരു വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് റിലീഫ് മെക്കാനിസമാണ്. അപ്പം അത് നിർത്താൻ പാടില്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് എല്ലാ സ്ഥലത്തും കുഞ്ഞിൻ്റെ കാര്യം ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ കാര്യം ലോഞ്ചും എല്ലാത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്നത് കൊണ്ട് എനിക്ക് ആ ജിമ്മിൽ പോകാനുള്ളൊരു ടൈം സ്ലോട്ട് എനിക്ക് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു. എനിക്ക് പേഴ്സണൽ ട്രെയിനറുള്ളത്. എന്തായാലും സർജറിക്ക് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെൽത്ത് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. സർജറിക്ക് ശേഷം വേറെ പെയിൻ, ആ ഒരു ഭാഗത്ത് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് പോവുകയാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എല്ലാം ഓൾ ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലിജി ബൈജു ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു യു മാനേജ് യുവർ ഹോം ആൻഡ് വർക്ക് എസ്പെഷ്യലി യുവർ ഡോട്ടേഴ്സ് നീഡ്സ്. എൻ്റെ വർക്ക് ഈസ് വെരി ഫ്ലെക്സിബിൾ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ വർക്ക് പാറ്റേണിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എനിക്ക് ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം പറയുകയാണെങ്കിൽ ജനറലി 3 months ശേഷമാണ് ആൾക്കാർ പുറത്ത് പോയി തുടങ്ങുന്നത്. ഞാൻ 1 month ശേഷം 1 month ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പവിലയിൽ പോവുമായിരുന്നു. ഞാൻ പവില കുറച്ച് നാളത്തേക്ക് ക്ലോസ് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ചെറിയ രീതിക്കെല്ലാം ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടത്തുമായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് കൂടുതൽ പോയി തുടങ്ങി പുറത്തേക്ക്. ഷോപ്പിലേക്ക് പോകുമ്പോൾ പവിലയിൽ വരുമ്പോൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത്, ഇപ്പം ഒരുപാട് സമയമല്ല, പക്ഷെ രാവിലെ ഒരു 9 or 10 ഞാൻ പോയിട്ട് ഒരു ഉച്ചയ്ക്കൊരു 1-2 ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യണോ പവില, ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താണോ ഇഷ്ടം അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇപ്പം വീട്ടിൽ എല്ലാവരോടും ഡിസ്കസ് ചെയ്തപ്പോൾ ആരും എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തില്ല, ചെയ്യേണ്ടെന്ന് പറഞ്ഞൊരു റെസ്ട്രിക്റ്റ് ചെയ്യില്ല. പക്ഷേ കുഞ്ഞിൻ്റെ കൂടെ ഒരു നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ആർക്കും ഒരു റെസ്ട്രിക്ഷനും ആർക്കും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി ഒരു സിറ്റുവേഷനിൽ അത് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ എന്നും ഒരു സ്ട്രഗിൾ തന്നെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഇതെല്ലാം നടന്നു പോകും. ഞാൻ ഷോപ്പിലേക്ക് മോളെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ അമ്മ ആരും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മോളെ ഷോപ്പിലേക്ക് കൊണ്ടുവരും, ഇവിടെ ഇരുത്തും. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കുഴപ്പമില്ല. തീരെ ചെറുതായിരുന്ന സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടാണ് കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ, ഷോപ്പിൽ കൊണ്ടുപോകാനൊക്കെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഇവിടെ പ്രശ്നമില്ല. ഞാൻ മോൾക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോപ്പിൽ മോൾക്ക് കിടക്കാനായിട്ട് ക്രിബുണ്ട്, ബെഡ് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കാനായിട്ടൊരു പ്ലേ ഏരിയ അതെല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഇവിടെ വരുവാണെങ്കിലും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാം, കളിക്കാം, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങാം, അതെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മോൾക്ക് ഇവിടെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ വർക്ക് ലൈഫും കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സവി, വിഷ്ണുവിൻ്റെ കൂടെ ഗൾഫിൽ സെറ്റിൽഡ് ആവാൻ നോക്കുന്നില്ലേ? നമുക്ക് രണ്ടുപേർക്കും 2 കരിയേഴ്സ് ഉണ്ട്. നമ്മൾ രണ്ട് ഇൻഡിവിജ്വലാണ്. നമുക്ക് രണ്ടുപേർക്കും 2 കരിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് താമസിക്കും, അതെല്ലാം നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കരിയർ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ വിഷേട്ടന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടാണ് ദുബായിലേക്ക് പോയത്. അപ്പോൾ അതിലെല്ലാം നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ.
അപ്പോൾ വിഷേട്ടൻ ദുബായിലേക്ക് പോയി. വിഷേട്ടൻ അവിടെ സെറ്റിൽഡ് ആയിട്ടിരിക്കുവാണ് ഇപ്പോൾ തൽക്കാലം. എത്ര വർഷത്തേക്കാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതിനുശേഷം വേറെ സ്ഥലത്ത് പോകുമായിരിക്കാം. ഇവിടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നു. എൻ്റെ ഫാമിലിയോടൊപ്പം എല്ലാവരും ഉണ്ട്. എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും നമ്മുടെ ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് ദുബായിലേക്ക് പോയി സെറ്റിൽ ചെയ്യാനായിട്ട് ഞാൻ മുന്നേ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ പുറത്ത് പോയി സെറ്റിൽ ഡൗൺ ചെയ്യും നമ്മൾ രണ്ടുപേരും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാണ് വിഷേട്ടന് പോയത്. അപ്പോൾ എനിക്ക് കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ പെട്ടെന്ന് ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് എല്ലാവരുടെ അടുത്തുനിന്ന് മാറ്റി ഞാൻ തിരിച്ച് എന്താ പറയുക ദുബായിലേക്ക് പോയി അവിടെ ഒന്ന് പ്ലേസ് ചെയ്യണം എന്ന് എനിക്കില്ലായിരുന്നു. കുഞ്ഞ് ഇപ്പം അമ്മയുടെ കൂടെയും എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാം ഇപ്പം അവരെല്ലാവരും മോളെ കണ്ടുകൊണ്ടും സ്നേഹിച്ചുമൊക്കെ ഇരിക്കുവാണ്. പിന്നെ എനിക്ക് എൻ്റെ കരിയർ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ഓൺലൈനാക്കി. ഇപ്പോൾ കൊമേഴ്സാണ് റൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എനിക്ക് 2 വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ത്രൂ ആണ് ഓർഡേഴ്സ് വരുന്നതും ബിസിനസ് അതിൽ കൂടെ ത്രൂ ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ദുബായിലേക്ക് പോകാം, എനിക്ക് എവിടെ ഇരുന്നും വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് ഞാൻ എൻ്റെ വർക്ക് പാറ്റേൺ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആരെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ വിഷേട്ടൻ എന്തായാലും കംപ്ലീറ്റ് ഓൺലൈൻ ആക്കിയിട്ട് വരാനായിട്ട് സാധിക്കില്ല. അത് സാധിക്കുന്നത് എനിക്ക് മാത്രമാണ്. പതുക്കെ എനിക്ക് ദുബായിലിരുന്ന് വേണമെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാം. ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ദുബായിലിരുന്നും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് പാറ്റേൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണെങ്കിലും മോളെയും അമ്മയുടെ കൂടെയൊക്കെ എനിക്ക് ട്രാവൽ ചെയ്ത് ദുബായിലേക്ക് വിഷേട്ടൻ എവിടെയാണോ അവിടെ പോയിരിക്കാം. പക്ഷേ ആദ്യത്തെ നമുക്കൊരു കുറച്ച് മാസങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഒരുമിച്ചിരിക്കാനായിട്ട്. പിന്നീട് അത് മാത്രമല്ല, വിഷേട്ടൻ ഇപ്പോൾ ഡിസംബറിലാണ് വിഷേട്ടൻ പോയത്. അതിനുശേഷം തന്നെ വിഷേട്ടൻ ഒരു 5 to 6 ടൈംസ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ദുബായ് എന്ന് പറയുന്നത് അത്ര വലിയ ദൂരത്തുള്ളൊരു സ്ഥലമൊന്നുമല്ല. ഇപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സേവിങ്സ് ഒക്കെ ചെയ്ത് വെച്ച് നമുക്ക് ഫാമിലി ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 4 hours എത്താൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ എന്തായാലും നോക്കുന്നില്ല. ഇൻ ഫ്യൂച്ചർ ചിലപ്പം ചെയ്തുകൂടായികയില്ല. ഇൻ ഫ്യൂച്ചർ ചിലപ്പം മോളുടെ പഠിത്തം അതൊക്കെ വരുമ്പോൾ വിഷൻ്റെ കൂടെ ചേർന്ന് സെറ്റിൽ ഡൗൺ ചെയ്തുകൂടാന്നില്ല. പക്ഷേ ഈ ഒരു പ്രസൻറ്റിൽ നമ്മൾ ഫാമിലിയായിട്ട് റിലേറ്റീവ്സും ഫാമിലീസൊക്കെ ആയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നവംബറിൽ ദുബായിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട്. ഓൾട്ടർനേറ്റ് മന്ത്സ് എല്ലാം നമ്മൾ കണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും തൽക്കാലം പെട്ടെന്ന് ദുബായിലേക്ക് പോയി സെറ്റിൽ ഡൗൺ ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജിലു മാത്യു, അനുവിൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താമോ? അനുവിൻ്റെ ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വ്ളോഗിലൊക്കെ അച്ഛനമ്മ ബ്രദർ എല്ലാവരും വന്നിട്ടുണ്ട്. പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ശ്രീവരാത്താണ്, ട്രിവാൻഡ്രത്ത് ശ്രീവരാത്താണ് എൻ്റെ അച്ഛനും അമ്മ എല്ലാവരും താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലായിരുന്നു, എക്സ് സർവീസ്മെൻ ആണ്. അമ്മ ഹൗസ് വൈഫാണ്. എനിക്കൊരു ബ്രദറാണുള്ളത്. ചേട്ടൻ കമ്പനി സെക്രട്ടറിയാണ്. ചേട്ടൻ്റെ വൈഫ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആര്യ ആയുർവേദ ഡോക്ടറാണ്. പിന്നീട് എനിക്ക് 3 പെറ്റ്സ് ഉണ്ട്, സ്കൂബി, ജോജോ ആൻഡ് ഫ്ലഫി. സ്കൂബീനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തതാണ്. ജോജോനെ റെസ്ക്യൂഡാണ്. ജോജോയ്ക്ക് വെജൈനൽ ക്യാൻസർ ആയിരുന്നു, റെസ്ക്യൂഡാണ്. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നീട് ഒരു ഗിനി പിഗ് ഉണ്ട് എനിക്ക്, അതാണ് ഫ്ലഫി. അപ്പം ഇവരെല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സർക്കിൾ, എൻ്റെ ഫാമിലി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വലിയമ്മയൊക്കെ താമസിക്കുന്നത്, അമ്മയുടെ സിസ്റ്റർ താമസിക്കുന്നത്. വലിയമ്മ, വലിയച്ഛൻ, ചേട്ടൻ, മകൻ, എൻ്റെ കസിൻ ബ്രദർ, പിന്നീട് വൈഫും 2 കുഞ്ഞുങ്ങളും, പിന്നെ എൻ്റെ അമ്മാവനുണ്ട്. എൻ്റെ അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഒരു ബ്രദറാണുള്ളത്. അപ്പോൾ അമ്മാവൻ നമ്മളെല്ലാവരും ഒരൊറ്റ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. നമുക്ക് ഒരു കോമ്പൗണ്ടിലാണ് നമ്മുടെ വീട്, പുറത്ത് ഗേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒറ്റ സിംഗിൾ കോമ്പൗണ്ടിൽ 3 വീടായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് എൻ്റെ ഫാമിലിയുടെ. ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്താം, നോ ഇഷ്യൂസ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ എപ്പോഴെങ്കിലും വീട്ടിൽ പോകാൻ സമയത്ത് എല്ലാവരെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും കൂടി വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പം റെസ്പോണ്ട് ചെയ്യാൻ പോവാണ്. anurupa.mm had any postpartum depression ? You don't look like that. Seems enjoying all the postpartum. That is wrong. കാരണം നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ എന്താ കാണിക്കുന്നു എന്നുള്ള പോലെ അല്ല റിയൽ ലൈഫ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് അനുരൂപ. അതുകൊണ്ട് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? ഐ ഹാവ് ഗോൺ ത്രൂ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അപ്പോൾ അത് ഇത്ര ഈസി ആയിട്ട് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ദാറ്റ് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എനിക്കത് എങ്ങനെ, സത്യം പറഞ്ഞാൽ ഞാനത് എക്സ്പ്ലെയിൻ പോലും ചെയ്യാറില്ല. കാരണം എനിക്ക് അത്രയും അതിലൂടെ ആലോചിക്കുമ്പം
ഐ ഫീൽ വെരി സാഡ്, ഐ ഫീൽ ഡിപ്രസ്ഡ് അഗെയിൻ. അപ്പോൾ അത് കാരണം ഞാൻ അതിലോട്ട് കൂടുതൽ പോകാത്തതാണ്. നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്തു വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഐ ഡു എൻജോയ്. ആ സമയത്തും ഞാൻ ചിരിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യുമെങ്കിലും എൻ്റെ ഉള്ളിൽ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്, ഓവർകമ്മിങ് ആ ഒരു സ്റ്റേജിൽ നിന്നും. അപ്പോൾ അത് കാരണം എനിക്കിപ്പം പറയുന്നു, പക്ഷേ ഇപ്പോൾ ഐ എം ഓക്കെ, ഇപ്പം ഐ എം ഗെറ്റിംഗ് ബെറ്റർ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡീന വരുൺ, സരസ്വതി മോളുടെ ഫുഡ് റൂട്ടീൻ ഒന്ന് വീഡിയോ ചെയ്യാവോ അനു? യെസ്, ചെയ്യാം. സരസ്വതി മോളുടെ ഫുഡ് റൂട്ടീൻ ചെയ്യാം, പ്രശ്നമില്ല. ഒരു പ്രാവശ്യം വീഡിയോ ചെയ്ത് കാണിക്കുക. എനിക്ക് അങ്ങനെ പ്രോപ്പർലി എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാ പ്രാവശ്യവും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴത്തേനും എനിക്ക് പറ്റാതെയാവും. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാം. ശ്വേത നിഖിൽ, നൗ ഐ എം വെരി തിൻ ബിക്കോസ് ഓഫ് ഫീഡിങ്, ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും. ഹൗ ഡു യു മാനേജ് യുവർ വെയ്റ്റ്, ഹെൽത്ത് എക്സെട്ര? ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് ഹേറ്റ് കമൻറ്റ്സ് കേട്ടോ, ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. പക്ഷേ എനിവേ ഞാൻ പറയാം, ഞാൻ 6 months വരെ മാത്രമേ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുള്ളൂ. ഇപ്പം എനിക്കറിയാം, ഇത് കേൾക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ 6 months കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി. കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ആദ്യത്തെ അത് മാത്രമല്ല, ടിൽ 6 months ഞാൻ കൂടുതലും പമ്പ് ചെയ്തിട്ടാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് കുറവായിരുന്നു. കാരണം മോള് റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. മോള് അങ്ങനെ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് എടുക്കുന്നില്ലായിരുന്നു. കാരണം ആ കുഞ്ഞിനെ ആദ്യം തൊട്ടേ ഫോർമുല ഗോകർണത്തിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ കുറച്ച് നാൾ ഗോകർണത്തിൽ ഫോർമുല കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഡയറക്റ്റ് സക്ക് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബോട്ടിലാക്കിയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്, ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഗോകർണത്തിലും ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിൽ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ പമ്പ് ചെയ്യുന്നു കൊടുക്കുന്നു. ഇതെല്ലാം എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ട്രോമറ്റൈസ്ഡ് പോലെ തോന്നുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരുപാടായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണം 6 months ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഷീ ഈസ് എക്സ്ട്രീംലി ഓക്കെ. ആദ്യത്തെ ഒരു 3 months സിംലാക് പ്ലസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്, സ്റ്റേജ് 1 സിംലാക് പ്ലസ്. അതിനുശേഷം വി സ്വിച്ച്ഡ് ടു നാനക്സെല്ല പ്രോ. ഇപ്പോൾ സ്റ്റേജ് 3 ആകുന്നു. വെയിറ്റ് മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 5 months വരെ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ലൂസ് ചെയ്തു. അതിനുശേഷം മോളുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ സ്വിച്ച് ചെയ്തപ്പോഴാണ്, ആദ്യം മോൾ ഉറങ്ങുമായിരുന്നു, രാത്രിയൊക്കെ ഉറങ്ങുമായിരുന്നു. പിന്നീട് ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറി. രാത്രി കുറേ സമയം ഉണർന്നിരിക്കുന്ന സമയം കരച്ചിലൊന്നുമില്ലായിരുന്നു, ചുമ്മാ വെറുതെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കും അമ്മയ്ക്കും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ഫുൾ ടൈം രാത്രി സ്വിഗ്ഗി അങ്ങനെ കഴിച്ചാണ് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. കുറേ വെയിറ്റ് ഗെയിൻ ചെയ്തതിൻ്റെ ഇഷ്യൂസ് അതുപോലെ വന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വെയിറ്റിൻ്റെ ഒരു ഇത്. പക്ഷേ നമ്മൾ ഒരു കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഡെലിവറിക്ക് മുമ്പും ഡെലിവറിക്ക് ശേഷമല്ല, നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ അതിൽ നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. അല്ലാതെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഇത് ശരിയാവുന്നില്ലല്ലോ, അത് ശരിയാവുന്നില്ലല്ലോ, നമ്മൾ എന്തായാലും പറയും. ഇപ്പം ഞാനും ഇതിപ്പോൾ എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും അങ്ങനെ പറയരുതെന്ന്. പക്ഷേ എന്നാലും നമ്മൾ ചിന്തിച്ചു പോവും ആ കാര്യം. ഇപ്പോൾ എല്ലാം ശരിയാവണം, എനിക്കിപ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോകരുത്. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നമ്മുടെ ബോഡീനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. ഒരു സമയം നമുക്ക് എത്തും, മേ ബി ആഫ്റ്റർ 1 year അല്ലെങ്കിൽ 2 years അല്ലെങ്കിൽ ഒരു 3 years കഴിഞ്ഞിട്ടേ ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ മേ ബി ഒരു 5 years കഴിഞ്ഞിട്ടേ നമുക്ക് ശരിയാകത്തുള്ളൂ. അപ്പം അല്ലാതെ വേറെ ഒന്നും നടക്കില്ല. അല്ല, പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോകണം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റീബ വിനീത് ചോദിച്ചിരിക്കുന്ന ഏജ്. അപ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് ഐ എം 29 years old. ഞാൻ 95 ജനിച്ചത്, May 26, 1995. അപ്പോൾ എനിക്കിപ്പോൾ 29 വയസ്സായി. നെക്സ്റ്റ് ഇയർ ദിസ് കമ്മിങ് 2025 ഐ വിൽ ബി 30. അപ്പോൾ അതിപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. 30 വയസ്സാവുന്നു പറയുന്നത്, പക്ഷേ കുഴപ്പമില്ല. അപ്പം എനിക്ക് ഐ എം 29 years old, 29.5 ആയി കാണും ഇപ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നേ കൊടുത്തിട്ടുള്ളൂ. AAM, ഹായ് ചേച്ചി, ക്യാൻ യു പ്ലീസ് ഷെയർ അബൌട്ട് ദി ബേബി പ്രോഡക്ട്സ് ആൻഡ് ഡയപ്പർ വിച്ച് യു ആർ യൂസിങ് ഫോർ യുവർ ബേബി? അത് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ്, ഇതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. പക്ഷേ എന്നാലും
ഇപ്പോൾ ഞാനത് പറഞ്ഞേക്കാം. പ്രോഡക്ട്സിൻ്റെ കാര്യം, ഇപ്പോൾ കുളിപ്പിക്കുന്ന ഒരു റൂട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഐ യൂസ് വെർജിൻ കോക്കനട്ട് ഓയിൽ തലയിൽ. ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഓയിലാണ്. ഞാൻ മറന്നുപോയി, പക്ഷെ അത് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓയിലാണ്. പിന്നീട് ബോഡി വാഷ് ചെയ്യുന്നത് അവിയനോടെ ബോഡി വാഷ് യൂസ് ചെയ്തിട്ടാണ് മോളുടെ ബോഡിയും ഫേസും എല്ലാം വാഷ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഷാംപൂ ഞാൻ സ്പൂ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്, SPOO. അത് മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ കിട്ടും. അപ്പോൾ സ്പൂ എന്ന് പറയുന്ന ഷാംപൂ യൂസ് ചെയ്യും. ബോഡി ലോഷൻ അവീനോട് തന്നെയാണ്, അവീനോടെ ഡെയിലി മോയ്സ്ചറൈസിങ് ലോഷൻ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബോഡിയിലും ഫേസിലും എല്ലാം. ഡയപ്പർ ഞാനിപ്പോൾ മാമി പോക്കോ പാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ആലോവേറ എക്സ്ട്രാക്റ്റ് ഉള്ള ഒരു ഡയപ്പറും ഞാൻ യൂസ് ചെയ്യാറില്ല. മീമിയുടെ വാട്ടർ വൈപ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് മീമിയുടെ കിട്ടാത്തപ്പോൾ ഞാൻ പാമ്പേഴ്സിനെ മേടിച്ച് യൂസ് ചെയ്തു. അത് ഭയങ്കര ഹാംഫുൾ ആയിരുന്നു. പിന്നെ വെറ്റ് വൈപ്സ് ആയിട്ട് ഞാൻ മദേഴ്സ് സ്പർശിൻ്റെ 99% വാട്ടർ, മദേഴ്സ് സ്പർശിൻ്റെ അതാണ് 99% വാട്ടറുള്ള വാട്ടർ വൈപ്സ് ആണ് ഞാൻ ഇപ്പോൾ കുറേ നാളായി ഞാനത് യൂസ് ചെയ്യുന്നത്. അത് വളരെ നല്ല വൈബ്സാണ്. അപ്പോൾ അത് കാരണം ഞാൻ മീമി എല്ലാം നിർത്തി. അതിനുശേഷം പിന്നെ ബാക്കി ഞാൻ നേരത്തെ മേടിച്ച മീമീസ് എല്ലാം ഞാൻ സർഫസ് ക്ലീനറായിട്ട് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കളയണ്ടല്ലോ, വേറെ സാധനങ്ങളൊക്കെ വൈപ്പ് ചെയ്യാൻ, ടേബിൾസൊക്കെ വൈപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അതുകൂടാതെ മോക്ക് വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് വാട്ടർ വൈപ്സ് മദേഴ്സ് സ്പർശിൻ്റെയാണ്. മാമി പോക്കോ പാൻസുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്രേസ് ഡിസൈൻസ് ഡിജിറ്റൽ. ഗ്രേസ് ഡിസൈൻസ് ഡിജിറ്റൽ എനിക്കൊന്നൊരു ബിസിനസ് അക്കൗണ്ടാണ്. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ മൈൽ സ്റ്റോൺ. താങ്ക് യു സോ മച്ച്. അതെന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ 80,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ ഹാപ്പി ഫോർ യു. ഹൗ ഓൾഡ് ഈസ് യുവർ ഡോട്ടർ? താങ്ക് യു സോ മച്ച്. മൈ ഡോട്ടർ ഈസ് 1 year old നൗ. ഇപ്പം റീസെൻ്റ്ലി ആണ് 1 year ആയത് മോൾക്ക്. അപ്പോൾ ഷീ ഈസ് 1 year old. Ramya.money95. അപ്പോൾ എങ്ങനെയാണ് ലക്ഷ്മി ചേച്ചിയുമായിട്ടുള്ള ബോണ്ടിങ് ഇത്ര ക്യൂട്ടാകുന്നത്? അത് നമുക്കറിയില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ അത്രയും ക്യൂട്ടായിപ്പോയി, എന്ത് ചെയ്യാൻ. അപ്പോൾ അമ്മയായിട്ട് നല്ല റിലേഷൻഷിപ്പാണെന്ന് ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക, അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു ഇത് നമുക്ക് വന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ ഏതായാലും എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് കോമൺ ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ആൻസർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. മോൾക്ക് 1 വയസ്സിന് മുന്നേ ഷുഗർ, സോൾട്ട് എന്നിവ അടങ്ങിയ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയോ? നോ, ഇല്ല, കൊടുത്തിട്ടില്ല. ബേബി ഫുഡ്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഷുഗർ എന്ന് പറയുന്നത് പനം കൽക്കണ്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഷുഗർ ഇട്ട് നമ്മുടെ റിഫൈൻഡ് ഷുഗർ ഇട്ടൊന്നും കൊടുക്കുന്നില്ല. ബേബി ഫുഡ്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് ടീനു സജീവ്. ബേബി ഫുഡ്സ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ സെർലാക്ക് കൊടുക്കുന്നില്ല മോക്ക്. നോ സെർലാക്ക് ഇസ് ഫുൾ ഓഫ് ഷുഗർ. അപ്പോൾ അത് കാരണം സെർലാക്ക് കൊടുക്കുന്നില്ല. അതിന് പകരം ഞാൻ സ്ലർപ്പ് ഫാം യൂസ് ചെയ്യുന്നുണ്ട്. സ്ലർപ്പ് ഫാമിൻ്റെ ചില ഫ്ലേവേഴ്സ് മോക്ക് ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീറ്റ് ആപ്പിൾ, പിന്നീട് റാഗി ആപ്പിൾ ബനാനയുടെ ഒരു കോംബോ വരുന്നുണ്ട്, പിന്നീട് സ്ട്രോബെറി റാഗി വരുന്നുണ്ട്. അതൊക്കെ മോൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പനം കൽക്കണ്ട് സിറപ്പ് ഫോർമാറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ റാഗി ഉണ്ടാക്കുമ്പോഴോ സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് 1-2 സ്പൂൺ ഇട്ടിട്ട്, പനം കൽക്കണ്ടിന് 1-2 സ്പൂൺ ഇട്ടിട്ട് കൊടുക്കും. അതുകൂടാതെ സോൾട്ട് ഇതുവരെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല നമ്മൾ. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തത് ഇപ്പോൾ കൊടുക്കണ്ട, ഡോക്ടർ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അല്ലാതെ ചോറെല്ലാം റൈസും അതെല്ലാം ഒരു കിച്ചടി ഫോർമാറ്റിലാക്കി കൊടുക്കുന്നുണ്ട്. അത് മോൾക്ക് ഇഷ്ടമാണ്. റാഗി പ്ലെയിൻ റാഗി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ്, അതെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ Q&A സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് Q&As നടത്താം, ഇനിയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ Q&Aയുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി 80K+ ആയി കഴിഞ്ഞു. 80,000+ സബ്സ്ക്രൈബേഴ്സ് നമുക്കായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും പിന്നീട് നമ്മുടെ ഓണത്തിൻ്റെ സന്തോഷത്തിലുമാണ് ഈ ഒരു Q&A നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻസേഴ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും മറ്റൊരു വീഡിയോയിൽ ഇനി കാണാം. ബൈ, ടേക്ക് കെയർ.